ഞാൻ പറഞ്ഞത് മിൽക്കി മഷ്റൂം, MILKY മഷ്റൂം, അത് നോക്കിക്കഴിഞ്ഞാൽ പാൽപ്പൊടി, അതിനാണ് പ്രൊസീജിയർ പറഞ്ഞത്. നേരത്തെ അതേ തന്നെയാണ്. പിന്നെ പെല്ലറ്റൊക്കെ റെഡി, 1 ലിറ്റർ 1 കിലോ പിന്നെ പെല്ലറ്റിലേക്ക് 1.5 ലിറ്റർ വെള്ളം പാർക്കും. അതിലൊന്നും വ്യത്യാസങ്ങളില്ല. കൂൺ വിട്ട് അടിഭാഗത്ത് പരത്തിട്ടു. രണ്ടാമത്തെ ഇതിലെന്താ ചെയ്തത്? സൈഡിൽ കൂടി ഇട്ട് കൊടുത്തു. അതിൽ പാൽക്കൂടെ ചെയ്യേണ്ടത് എല്ലാം ഒരേ വേറെ ഇങ്ങനെ പരത്തി കൂടെ മുകളിലോട്ടാണ് സൈഡിലൂടെ അവിടെ പരത്തി. അതാണ് ഫസ്റ്റ് ഡിഫറൻസ്. പിന്നെ ഇത് എത്ര ദിവസമായിട്ടാണ് എത്രയൊക്കെ ഉണ്ടെങ്കിൽ 14, അത് 20 ദിവസം. ഒക്കെ കൺഫ്യൂഷൻ ആകുമ്പോൾ ഇത് 20 ദിവസം ഇരുട്ടറ വെച്ച് മറ്റേ 14 ദിവസം കഴിഞ്ഞാൽ പുറത്തെടുത്ത് കിരി കൊടുക്കുകയാണ്. ഇത് 20 ദിവസം കഴിഞ്ഞാൽ ഈ ഭാഗം കട്ടിക്കുക മുകൾ ഭാഗം. അപ്പൊ എന്താവും? ഇത് പാത്രം പോലെ. നിങ്ങളിപ്പോ പാസ് ചെയ്തില്ലേ? ഇത് 1 കിലോ പെല്ലറ്റാണ് നിങ്ങൾക്ക് പാസ് ചെയ്തത്. ഈ 1 കിലോ പെല്ലറ്റാണ്. ഇത് കണ്ടോ, വെള്ളത്തിൽ പാസ് ചെയ്തിട്ടുണ്ട്. 1 കിലോ പെല്ലറ്റാണ്. ഇപ്പോൾ വെള്ളം പാർന്നതിന് ശേഷം 10 ആയി നിന്നത്. കുറച്ചുകൂടി ഉണ്ടാവും. അതിന് വെള്ളത്തിന്റെ ഡ്രൈ ആയി പോയിട്ടുണ്ട്. കാരണം എന്തരയാണ് അല്ലെ? ജസ്റ്റ് ഒന്ന് കാണിച്ചതിന് ശേഷം പ്രാക്ടിക്കലേക്ക് കിടക്കാൻ വിചാരിച്ചു. ഇതിന്റെ അവൾ പണി തിരിച്ചെത്തിയില്ല. ഓക്കെ, വാങ്ങാൻ നിൽക്കില്ലേ? പല്ലറ്റോണ്ട് കിട്ടുള്ളൂ. ആയിക്കോട്ടെ. കയ്യിൽ കിട്ടിയതിന് ശേഷം 20 ദിവസം വരെ ഫ്രിഡ്ജ് ഒന്നുമില്ലാതെ സാധാരണ കൈമാറ്റി കണ്ടീഷൻസിൽ ഈ കോഴ്സിട്ട് കൊണ്ടുവരണം. എവിടുന്നാണ് കൊടുത്തത്? പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഏതാ? നിങ്ങളെ കയ്യിൽ കിട്ടി പിറ്റേന്ന് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പിറ്റേന്ന് 20 ദിവസം കണ്ടുവച്ചാൽ നിങ്ങളെല്ലാം അതൊക്കെ കഴിഞ്ഞ അവസാനം നമുക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും ബെസ്റ്റ്. ചില ഘട്ടത്തിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതാണ് എങ്കിൽ ലേറ്റ് ആവാമെന്ന് മാത്രം. റെഡ്യൂസ് ചെയ്യും, കുറഞ്ഞു. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ ചെയ്യും. 1. 2, പൊട്ടിച്ച് കഴിഞ്ഞാൽ അന്ന് തന്നെ ഉപയോഗിക്കാം. ഈ കുടുംബത്തിൽ 2 ബെഡിലേക്കുള്ളതാണ്. ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ അന്ന് തന്നെ ഉപയോഗിക്കും. പിറ്റേലേക്ക് ഉപയോഗിക്കാം. ഫ്രിഡ്ജ് വെച്ചതിന് ശേഷം ഉപയോഗിക്കാം. ഓക്കെ, ഇതാണ് അതിന് ശ്രദ്ധിക്കാനുള്ളത്. ഇത് ഓൾറെഡി സ്റ്റെറിലൈസ്ഡ് ആണ്. നമ്മൾ കൈയൊക്കെ ഹൈജീനിക് ആയിട്ട് മാത്രമേ തുറക്കാറുള്ളൂ. അതേപോലെ തന്നെ ഇതിൽ ഒരു കളർ ചേഞ്ച് ഉണ്ടാവാറില്ല. വെള്ള കളറായിരിക്കും നോർമലി. പിന്നെ ഇതേപോലെ കുറച്ചൊരു പിങ്ക് കളറല്ലേ, അത് അതിന്റെ ഹോർമോണാണ്. അത് കുഴപ്പമില്ല. ബ്ലാക്ക് കളറോ പച്ച കളറോ ഇതിന്റെ ഏതെങ്കിലും പാർട്ടിൽ ചെറുതല്ല കുറച്ച് കൂടുതലായിട്ടുണ്ട് എങ്കിൽ അത് ഉപയോഗിക്കും. അത് ഫംഗലിന്റെ ഗ്രോത്ത് വേറെ ഫംഗസ് അതിനുണ്ടാകും. അതുകൊണ്ട് അത് ഉപയോഗിക്കും. നോർമലി വൈറ്റ് കളറായിട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ല്. ഇതാണ് ഇതിനെ പറ്റി നിങ്ങൾക്ക് പറയുന്നത്. സെക്കൻഡ് വൺ, കവർ. സാധാരണ നമ്മൾ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള 5 കിലോയുടെ കവറാണ്. നിങ്ങൾ പഞ്ചസാര അരിയൊക്കെ വാങ്ങി കൊടുക്കുക സാധാരണ കവർ. ഈ കവർ എന്തിനാണ് സെറ്റ് ചെയ്യുന്നത്? കൂൺ വിത്തിനെയും അതിന്റെ മീഡിയത്തെയും ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് വെറ്റിനറി പ്രകാശാത്മക തട്ടി. അത് ഈ കവർ തന്നെ ആവണമെന്നില്ല. കവറിലെല്ലാം ചെയ്യാൻ പറ്റും. വേറെ എന്തെങ്കിലും ചെയ്തതെങ്കിലും കണ്ടിട്ടില്ല. കുപ്പിയിൽ ചെയ്യാം. പറ്റുമോ? പറ്റും. കുപ്പിയിൽ ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുന്ന് ബേസിക് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. പിന്നെ അത് വെച്ച് നിങ്ങൾക്ക് കുപ്പിയിലോ ബക്കറ്റിലോ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാതെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ബാസ്കറ്റിൽ പറ്റും, വേസ്റ്റ് ബാസ്കറ്റിൽ അതിൽ പറ്റും. പിന്നെ നെറ്റായിട്ട് വലയായിട്ട് ഉണ്ടാക്കാം. പിന്നെ ഇപ്പോൾ ഫ്രൂട്ട്സ് വരില്ല, മഞ്ഞ ചോപ്പും പറ്റിയായിട്ട് തണ്ണിമത്തനും മറ്റൊക്കെ തന്നെ ആ ചാക്ക് ഉപയോഗിക്കാം. അങ്ങനത്തെ എല്ലാ പാത്രങ്ങളും ഉപയോഗിക്കാം. ഇതിന്റെ പർപ്പസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുക. കൂൺ വിത്തിനെയും പെല്ലറ്റ് എല്ലാവരും മീഡിയത്തിനെയും ഒന്ന് പിടിച്ചു നിർത്താനുള്ളത്. ഇതിന്റെ ഗേജ് എത്രത്തോളം കുറക്കാൻ കഴിയും, എത്രത്തോളം നൈസാക്കാൻ കഴിയും, അത് ചെയ്യാം. അതാണ് കവർ നിർമ്മാണം. ഈ പെല്ലറ്റ് ഓക്കെ ആഫാക്കി. അതിനുശേഷം ഈ കവർ എടുക്കുക, നല്ല വൃത്തിയാക്കുക. ദാറ്റ് മീൻസ് ഉള്ളിൽ പുറത്ത് നല്ലോണം കഴുകുക. ഉള്ളിൽ കഴുകട്ടെ, നല്ല വൃത്തിയാക്കുക. എന്തിനാ ഉള്ളിൽ കഴുകണ്ടെന്ന് പറഞ്ഞ് കുറച്ച് കഴിയാൻ പറ്റില്ല. എന്നിട്ട് റബ്ബർ ബാൻഡ് എടുക്കുക. നല്ല റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഇല്ലെങ്കിൽ കയറ്, നല്ല കയർ മീൻസ് നൂലായിരുന്നു
ചെറിയ നേറിയിരുന്നു. ഇവരോട് ശ്രദ്ധിക്കണം. നമ്മളൊക്കെ ബുദ്ധിമുട്ടാണ്. ഏറ്റവും ബെസ്റ്റ് എന്താ പറയുക, ചെറിയ കാര്യം ചെയ്യുകയാണെങ്കിൽ ഡെറ്റോളിൽ കുറച്ച് ഡെറ്റോളിൻ്റെ ടോപ്പിൽ ആ ടോപ്പിൽ കുറച്ച് ഡെറ്റോൾ എടുക്കുക, 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിക്കുക, ഇത് നല്ലോണം കൈ കഴിക്കുക, അതിൻ്റെ കംപ്ലീറ്റ് വൃത്തിയാക്കിയിട്ട് പുറത്താണെങ്കിൽ എന്നിട്ട് നേരെ തിരിച്ചില്ല. അപ്പോൾ ഇത് സംബന്ധിച്ച് ഉള്ളിലേക്ക് ഇതൊരു പാത്രം കഴിക്കാം. ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ എന്തിനങ്ങനെ ചെയ്തതെന്ന് പറയും. അഥവാ വെള്ളത്തിന്റെ അംശം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം വന്ന് ഈ എഡ്ജിന് വന്നു അത് ഒഴിവാക്കണം. അല്ലെങ്കിൽ ഇവിടെ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് ഉത്തമം എന്നുള്ളത് അത് ചെയ്യാം. ആ വെള്ളത്തിന്റെ എക്സസ് ആയിട്ടുള്ള വെള്ളം അടിയിൽ വന്ന് കെട്ടി നിന്ന് കഴിഞ്ഞാൽ വിത്ത് മുളയ്ക്കുക, ചീഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇതിലേക്ക് ചെയ്യണം. ഇങ്ങനെ കെട്ടിയാൽ അടിയിൽ വരില്ലേ വരാണ്ട് അപ്പോൾ സംശയം. ഡെറ്റോൾ ഉള്ളിലേക്കാവും, നമ്മൾ കൂളിലേക്കാവുന്നത് നമ്മൾ കൈ മറ്റൊക്കെ ചെറുപ്പം ഒഴിവാക്കാറുണ്ടോ? എങ്ങനെയായിരുന്നു കുറച്ചെടുത്താലും നിങ്ങൾക്ക് ഏതാണ് ഉള്ളിലേക്ക് വരുന്ന ആ ഭാഗം ചെയ്താൽ അത് നല്ല വൃത്തിയാണ്. ഇനി പെല്ലറ്റ് 1 കിലോ പെല്ലറ്റ് എടുത്തു. പെല്ലറ്റിലേക്ക് എന്താ ചെയ്യേണ്ടത്? 1.5 ലിറ്റർ വെള്ളം 1 കിലോ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. ഈ പെല്ലറ്റ് എന്തെങ്കിലും ഒരു സ്റ്റീൽ പോലത്തെ സ്റ്റീൽ പാത്രത്തിലേക്ക് ഇടാം. സ്റ്റീൽ പാത്രമാണെങ്കിലുള്ള പ്ലാസ്റ്റിക്കിൽ ഇടരുത്. എന്താ ബോട്ടിലേക്ക് തിളക്കുന്ന വെള്ളം പ്ലാസ്റ്റിക് ഇതിലേക്ക് ഒഴിച്ചിട്ട് അത് 1.5 ലിറ്റർ കൃത്യം അളന്നതിന് ശേഷം മാത്രം. രണ്ടും തെറ്റരുത്. ഏത് 1.5 ലിറ്ററും തെറ്റരുത്, ഇത് 1 കിലോ എന്നുള്ളത് അതും തെറ്റും. അത് തെറ്റിക്കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവ് കൂടുകയും ചെയ്യും, കുറയുകയും ചെയ്യും, കുറച്ചില്ല. അങ്ങനെ കൃത്യം 1 കിലോ പെല്ലറ്റിലേക്ക് 1.5 ലിറ്റർ വെള്ളം തിളച്ചത് ഒഴിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒന്ന് മൂടി വെക്കുക. അല്ലെങ്കിൽ നല്ല സ്റ്റീലിന്റെ പാത്രത്തിൽ മൂടി വെക്കുക. എന്നിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞൊന്ന് ജസ്റ്റ് നല്ലോണം ഇളക്കി വീണ്ടും മൂടി വെക്കും. വീണ്ടും ഒരു 2 മണിക്കൂറോ അല്ല 1.5 മണിക്കൂറോ കഴിഞ്ഞ് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നനയ്ക്കാനുള്ള പാകങ്ങൾ കംപ്ലീറ്റ് കൊടുക്കും. ഒരിക്കലും ചൂടുള്ള പെല്ലറ്റിൽ വിത്തിടാൻ പാടില്ല. ചൂട് കംപ്ലീറ്റ് ആയതിനു ശേഷമേ വിത്തിടാൻ പാടില്ല. 1. 2 ഇത് ഇന്നലെ രാത്രി ഉണ്ടാക്കിയത്, ഇന്നലെ രാത്രി ഉണ്ടാക്കിയതാണെങ്കിൽ അതിന് കുറച്ച് വെള്ളത്തിന്റെ അളവ് കുറഞ്ഞത്. ശരിക്കും നമ്മളെ അളവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ പുട്ടുപൊടിയുടെ പരുവം, പെണ്ണുങ്ങൾക്ക് പറയാം, പുട്ടുപൊടിയുടെ പരുവം ഇത് കുറച്ചുകൂടി വെള്ളം ആവാം കേട്ടോ. ഈ രീതിയിൽ അതായത് 1.5 ലിറ്റർ വെള്ളം ഒഴിച്ചതിന് ശേഷം രാത്രി 9 മണിക്കോ അല്ലെങ്കിൽ 10 മണിക്കാണ് പിറ്റേന്ന് രാവിലേക്കോ ഓക്കെ. പിറ്റേന്ന് ഉച്ചയ്ക്ക് പിറ്റേന്ന് വൈകുന്നേരം ആകുമ്പോൾ അതിന്റെ വെള്ളം ചെയ്ത് കാട്ടി അതിന്റെ വെള്ളത്തിന്റെ അളവ് വ്യത്യാസം വരും. 9 ഒഴിച്ചതാണ് എങ്കിൽ 9 മണിൻ്റെ ഉള്ളിൽ, രാവിലെ 9 മണിൻ്റെ ഉള്ളിലൊക്കെ കെറ്റുകയാണെങ്കിൽ ഓക്കെ. പിന്നീട് അതിന്റെ വെള്ളത്തിന്റെ അളവ് കണ്ടിട്ട് അതുകൊണ്ട് കുറച്ചുകൂടി ഒരു വെള്ളം തളിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓക്കെ, ക്ലിയർ അല്ല? പെല്ലറ്റിൽ 1 കിലോ പെല്ലറ്റിലേക്ക് 1.5 ലിറ്റർ തിളച്ച വെള്ളം, തിളച്ചോട് കൂടി എത്രത്തോളം തിളപ്പിക്കാൻ കഴിയുമോ ആ തിളച്ച വെള്ളം. അതേപോലെ തന്നെ കുറെ നേരം തിളക്കരുത്. തിളച്ച് കഴിഞ്ഞാൽ അത് കുറെ വ്യാപനം വെള്ളത്തിന്റെ അളവ് വ്യത്യാസമുണ്ട്. ഈ കൂണെല്ലാം കഷ്ടപ്പെട്ട് ചിപ്പിക്കൂൺ എന്ന് പറഞ്ഞ ഞാൻ ഉൾക്കൊണ്ട് വരികയായിട്ട് ഇതുപോലെ ആയത് ഫ്രണ്ട് ചെയ്താണ് ചിപ്പിക്കൂൺ. ഇതാണ് ഫസ്റ്റ് ബേസിക് ആയിട്ട് സിമ്പിൾ ആയിട്ട് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ചെയ്യാൻ കഴിയുന്ന കൂൺ. പക്ഷെ ഇത് മാർക്കറ്റിൽ അതിന് കാണാറില്ല. ശ്രദ്ധിച്ചിരുന്നോ? നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് കൂൺ വാങ്ങിയോ? ഏത് കൂണ വാങ്ങാം? ഈ ഭാഗത്തൊന്നുമില്ല, ഒക്കെ വരാറുണ്ട്. നീലക്കിന്നും ഊട്ടിന്നും അങ്ങനത്തെ ഒക്കെ വരാറുണ്ട്. ഈ ടൈപ്പിൽ ബട്ടൺ ബട്ടൺ അത് ഊട്ടിയിലെ നീലക്കിന്ന് വരുന്നു. പിന്നുള്ളത് ഇതാണ്, അത് അങ്ങനെ കാണാറില്ല. പിന്നെ ഇതിനെ കാണാറില്ല. കാരണം ഇത് ഹാർവെസ്റ്റ് ചെയ്ത് വിളവെടുത്ത് കഴിഞ്ഞാൽ ഒറ്റ ദിവസം മാത്രമേ സാധാരണ കാലാവസ്ഥയിൽ ഈ ഒരു കാലാവസ്ഥ. 2 ഫ്രിഡ്ജ് വെച്ചാൽ അല്ലെങ്കിൽ വാഴയുടെ ഇലയിൽ പൊതിഞ്ഞാൽ അല്ലെങ്കിൽ കവറിലിട്ട് വെള്ളത്തിൽ മുക്കി വെച്ചാൽ ഒരു ദിവസം കൂടി വെക്കും. അതുകൊണ്ട് ഈ കൂണ് കൃഷി ചെയ്യുമ്പോൾ മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് വീട്ടാവശ്യത്തിനാണ് നോക്കുമ്പോൾ വാണിജ്യ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റിംഗ് ആദ്യം കണ്ടതിന് ശേഷമേ ഇൻവോൾവ്. ഇനി മറ്റൊരു പാൽ കൂണാണെങ്കിൽ ഈ ടൈപ്പ് കൂൺ നിങ്ങളുടെ മൈൻഡിലുള്ള ആ കൂണാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് 6 ദിവസം വരെ ഫ്രിഡ്ജിലോ ഒന്നുമില്ലാതെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ കഴിയും. അതുകൊണ്ട് ആ കൂൺ ഉണ്ടാക്കാൻ അത് ചൂടിൽ കൂടുതലാണ്. ഈ ചിപ്പിക്കൂടിൽ സാധാരണ 28 ഡിഗ്രി വരെ താങ്ങാൻ പറ്റും. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമ്മൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ വരെ ഈ ചിപ്പിക്കൂടിന്റെ നമ്മൾ ഏകദേശം ലെവലായിട്ടുള്ള ടെമ്പറേച്ചർ കണ്ടീഷൻ. നവംബറിന് ശേഷം ചൂട് കൂടുതലായിട്ട് 34 ഡിഗ്രി വരെ വരാറ്. അങ്ങനെ ആകുമ്പോൾ ആ ടൈമിൽ
മാറി കൊടുത്ത് പാർക്കണോ അല്ലെങ്കിൽ ഇതിന് നല്ല നന കൊടുത്തതിന് ശേഷം മാത്രമേ ചെയ്യൂ. ഇതാണ് ബേസിക് ആയിട്ട്. ഡോക്ടർ ഞാൻ പറഞ്ഞല്ലോ, ഇത് മാർക്കറ്റിൽ കാണാത്തത് ഈ ഒരൊറ്റ ആവശ്യം ഇതുണ്ടാക്കുന്നുണ്ട്. അതിനുവേണ്ടി ഇത് 1 വർഷം വരെ ഇതിന്റെ ക്വാളിറ്റി ഒന്നും നഷ്ടപ്പെടാതെ ഉണക്കി വേണമെങ്കിൽ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും. അതായത് ഈ കിട്ടിയ കൂടെ തിളച്ച വെള്ളത്തിൽ ഫസ്റ്റ് മുക്കുക, അരമണിക്കൂർ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ഒരു പച്ച വെള്ളത്തിൽ, സാധാരണ വെള്ളത്തിൽ അരമണിക്കൂർ മുക്കുക. എന്നിട്ട് പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് പൊട്ടാസ്യം മെറ്റാബൈസൾഫേറ്റ് KMS എന്ന് പറഞ്ഞ അച്ചാറൊക്കെ ഇടുന്നത് കൂടി അത് 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ 1 ഗ്രാം ഇട്ടതിന് ശേഷം കലക്കി അതിന് മുക്കി പുറത്തേക്ക് വെച്ച് വെച്ചാൽ ഉണക്കി കഴിഞ്ഞാൽ സൂര്യാപ്രകാശത്തിൽ ഉണക്കിയാൽ മതി, അല്ലെങ്കിൽ ഡ്രയറിൽ വെച്ച് ഉണക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇത് 1 വർഷം വരെ കേടുകൂടാതെ വീട്ടിൽ ഇതിന്റെ പൊടിയായിട്ടും പൗഡർ ഡ്രൈ ആയിട്ട് മഞ്ഞളുടെ അതേപോലെ ഉണക്കിയൊക്കെ. ഇതാണ് ചിപ്പിപ്പൂവിന്റെ ഒരു നോർമൽ. ഇനി ബാക്ടീരിയയിലേക്ക് ഇറങ്ങുക. ഈ കൂൺ കൃഷിക്ക് സാധാരണ ഈ കൃഷിയില്ല ചെയ്യാറുള്ളത് നിങ്ങളൊക്കെ മീഡിയ ഏതായിരുന്നു? വൈക്കോലിട്ടു അല്ലെ? പിന്നെ വേറെ എങ്ങനെ ചെയ്യാൻ പറ്റുമോ? വൈക്കോലല്ലാതെ ചകിരിച്ചോറ് ചെയ്യാം. പിന്നെ പെല്ലറ്റ്, ഇപ്പൊ ലേറ്റസ്റ്റ് ഇതാണ് പെല്ലറ്റ്. പിന്നെ വേറെ പല ഘടകങ്ങളുണ്ട്. കരിമ്പിൻചാണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ? കരിമ്പിൻചാണ്ടി നമ്മൾ പച്ച കരിമ്പിൻചാണ്ടി ജ്യൂസ് അടിച്ചതിന് ശേഷം പുറത്തേക്ക് വരുന്ന സാധനം അത് പച്ചയാണ്. അത് ഉണക്കിയതിന് ശേഷം നല്ല രീതിയിൽ നല്ല റിസൾട്ട് കിട്ടുന്നത്. കരിമ്പിൻചാണ്ടി ഉപയോഗിക്കാം. പിന്നെ ഉണങ്ങിയ ഇതെന്താണ് ശരിക്കും കൂണ് എന്നുള്ളത് മനസ്സിലാക്കും. അതായത് ചീഞ്ഞടിഞ്ഞ മെറ്റീരിയൽസിൽ നിന്നും ഭക്ഷണം വലിച്ചെടുത്ത് വളരുന്ന ഒരു ഫംഗസ് ആണ്. അതിന് പറയാം സാപ്രോഫൈറ്റ്സ് എന്നാണ്. അതുകൊണ്ടാണ് ഈ ഇത് സാധാരണ കാണാനുള്ള പുല്ല് കൂട്ട ഈ വൈക്കോൽ കൂടേണ്ട അവർ ചീഞ്ഞടിഞ്ഞ മെറ്റീരിയൽസിൽ പൊന്തിരുന്ന സാപ്രോഫൈറ്റ്സ് അതിൽ നിന്നാണ് ഇത് പൊന്തി വരുന്നത്. അത് ഇതിന് മീഡിയം വളരാൻ ഒരു മീഡിയം നിർബന്ധമാണ് ഫംഗസ്. ഇതിന് ഹരിതകമില്ല. സാധാരണ സസ്യവർഗത്തിൽപ്പെട്ട എല്ലാ ചെടികൾക്കും പച്ച കളറായിരിക്കും. പച്ച കളറിനുള്ള വെച്ചെന്താ? സൂര്യപ്രകാശത്തിൽ നിന്ന് ഭക്ഷണം പാകം ചെയ്യും. പക്ഷെ ഇത് വെള്ള കളർ, അതുകൊണ്ട് സ്വയം ഭക്ഷണം പാകം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ചീഞ്ഞടിഞ്ഞ മെറ്റീരിയൽസിൽ നിന്നും ഭക്ഷണം വലിച്ചെടുത്ത് പുറത്തേക്ക് വരുന്ന ഒരു ഫംഗസ് ആണ് ഈ കൂണ്. ബ്രെഡില്ലേ, ബ്രെഡ് കണ്ടില്ലേ? ബ്രെഡ് നിങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ എന്താ നോക്കുക? പൂപ്പലുണ്ടോ? ആ പൂപ്പലിന്റെ വേറൊരു ഭാഗം ഏതാണ്? അത് തിന്നാൻ പറ്റില്ല, ഇത് തിന്നാൻ പറ്റില്ല. അത് തന്നെയാണ് ഇത്. അപ്പോൾ ഇതിന്റെ ഓരോ സ്റ്റെപ്പിലും വിഷാംശം കടന്നു വരാതെ നല്ല രീതിയിൽ സൂക്ഷിച്ച് വേണം ഇത് ചെയ്യാൻ എന്നുള്ളതാണ് നിങ്ങൾക്ക് മെയിനായിട്ട് ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അറിയാലോ. ഹൈലി ഹൈജീനിക് ആയിട്ട് നല്ല വൃത്തിയായിരിക്കണം എപ്പോഴും. ഇനി നമുക്ക് കൈയാണെങ്കിലും എന്താണ് നമ്മൾ തോന്നുന്നത് ആ മെറ്റീരിയൽസും ഒക്കെ നല്ല വൃത്തിയിലുള്ളതായിരിക്കും. മാസ്ക് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് മാസ്ക് ഇട്ടതിന് ശേഷം. നേരത്തെ ഞാൻ പറഞ്ഞു കൂണ് പറിക്കാൻ പോകുമ്പോൾ സംസാരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാം. എല്ലാവരും കൂടി കഥ പറഞ്ഞ് കുടുംബശ്രീയൊക്കെ ഉണ്ടാവില്ല അവിടെ. അങ്ങനത്തെ അല്ലാതെ ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യാം. പനിയോ ജലദോഷമോ അങ്ങനത്തെ അസുഖം ഉള്ളപ്പോൾ ചെയ്യാതെ. ഇതാണ് നോർമൽ ചെയ്യുന്നത്. ഓക്കെ. കൃഷിക്ക് ഇവിടെ ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് 1 കിലോ പെല്ലറ്റ്, നല്ല കവറ്, കൂണ്ട്. ഈ 3ഉം നിങ്ങളെ കയ്യിൽ വീട്ടാൻ. ഞാൻ ഇവിടുത്തെ ഒരു തിയറിയാണ് പറഞ്ഞത്. ഈ കൂൺ കൃഷി ഈ രീതി തന്നെ പഠിച്ചാലേ കൂണുണ്ടാവൂ എന്നുള്ളതല്ല. ഈ തിയറി വെച്ച് നിങ്ങൾക്ക് നിങ്ങളേതായ തലയിൽ പല മാറ്റങ്ങളും വരുത്താം. പക്ഷെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ മാറ്റം ചിലപ്പോൾ ദ്വാരമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദ്വാരിടാതെ, അല്ലെങ്കിൽ ദ്വാരത്തിന്റെ സൈസ് കൂട്ടിയാട്ടോ അവരുടെ പകരം മറ്റേ ഒക്കെ ചെയ്യാം. ബേസിക് ആയിട്ടുള്ള തിയറിയാണ് കൊടുക്കുന്നത്. അതനുസരിച്ച് നിങ്ങളുടെ കാലാവസ്ഥ നിങ്ങളുടെ ഏരിയയിൽ വേറെ ഏതാണോ പാത്രം കിട്ടുന്നത്, വേറെ ഏതാണോ മീഡിയം കിട്ടുന്നത്, അത് ചെയ്ത് നോക്കുക. ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നത് നിങ്ങൾ ഫോളോ ചെയ്യുക. അതാണ് ചെയ്യുന്നത്. ഓക്കെ. ഫസ്റ്റ് തന്നെ കൊണ്ടുവന്ന് കാണാത്തവരുണ്ടോ? ഇതാണ് കൂൺവിത്ത്. നോർമലി 300 ഗ്രാമിന്റെ കൂൺവിത്ത് ഉണ്ടാവാറ്. ഇത് 300 ഗ്രാം. ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകിൽ ചോളം, അല്ലെങ്കിൽ നെല്ല്, അല്ലെങ്കിൽ ഗോതമ്പ്, ഈ 3 സാധനമായിട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ കിട്ടുക. അതിന് സാധാരണ കൂണിന്റെ വൃത്ത് എവിടെ ഉണ്ടാവാറുണ്ട്? ഇവിടെ കണ്ടോ കൂണിന്റെ വൃത്ത്? ഇത് കൂണിന്റെ വൃത്ത് ഇതിലേക്ക് സന്നിവേശിച്ചു, അതായത് കെട്ടിയായിട്ട് അതിന് വളർച്ച ഉണ്ടാക്കിയതാണ്. കൂണിൽ എവിടെ കൂണിന്റെ വൃത്ത് ഉണ്ടാവുക? അതിങ്ങനെ കുറെ കല്ലുകളി കണ്ടില്ലേ? ഏത് ഈ കൂണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? ഈ കൂണ് കണ്ടില്ലേ? നിങ്ങൾ സാധാരണ കൂണ് അതിന്റെ അടിയിൽ ഇങ്ങനെ കുറെ കളികളി മിക്സ് ഉണ്ടാവുന്നത്. അതിൻ്റെ ഉള്ളിലാണ് കൂൺ വിത്തുന്നത്. നിങ്ങൾക്ക് ആ കൂൺ വിത്ത് കാണണമെന്നുണ്ടെങ്കിൽ സാധാരണ ഈ കൂൺ നിങ്ങളുടെ പറമ്പിലൊക്കെ ഉണ്ടാവും. പറമ്പിൽ പറിക്കേണ്ട കയ്യിൽ പറിക്കാതെ നിർത്തി കഴിഞ്ഞു, അതായത് നിങ്ങൾ പറിക്കേണ്ട കൂണാണ്, നിങ്ങൾ പറിച്ചില്ല, പറിക്കാതെ ഉണ്ടെങ്കിൽ അതിന്റെ നേരെ താഴത്ത് പച്ച ഇലയിലോ അല്ലെങ്കിൽ കറുക ഒരു വെളുത്ത പൊടി ഒന്നും ഇടില്ല. ശ്രദ്ധിച്ചു നോക്കിയാൽ ശ്രദ്ധിക്കാം. കൂണപ്പഴങ്ങൾ കാണിച്ചു
ഞാൻ ഉടനെ പറിക്കും. നിങ്ങൾ പറിക്കാതെ ഏതെങ്കിലും ഉണ്ട് എങ്കിൽ പറിക്കാനായോ അല്ലെങ്കിൽ അത് ചീഞ്ഞ് തുടങ്ങുകയാണോ എന്നുള്ളത് അടിയിൽ കൂടി ഇങ്ങനെ അടിയിൽ പൊടി, അതിന്റെ അടിയിൽ വെളുത്ത പൊടികൾ വെറുതെ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അത് നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അതിനുവേണ്ടി അത് ഫ്രഷ് ആയിട്ട് കിടന്നിട്ട് അടിയിലൊന്നും വെള്ള പൗഡറുകളൊന്നും ഇല്ല എങ്കിൽ അത് നമുക്ക് പറിക്കാൻ പറ്റിയ ബലത്തിലായിട്ട് കൊടുക്കാം. ആ പൊടികളാണ് എന്ത് കൂൺ വിത്ത് ചെയ്യുന്നത്. അതാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് റൂമിന്റെ അകത്ത് കൂണിന്റെ ബെഡ് വെച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് കിടക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും ആൾക്കാർ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കും. ആസ്മ, വലിവ്, അതിൻ്റെ പ്രശ്നങ്ങൾ. ഇതെന്ത് പറയും? നമ്മുടെ വീട്ടിലുള്ള കൂണുകളും പറിക്കേണ്ട ടൈമിൽ പറിച്ചിട്ടില്ല എങ്കിൽ അതിന്റെ ബാസിഡിയോസ്പോറാണ് അതിങ്ങനെ പറിച്ചത് നമ്മുടെ റൂമിലാണ്. അത് നമുക്ക് ആസ്മ, വലിവ് ഒക്കെ വരാനുള്ള സാധ്യത എല്ലാവർക്കും അല്ല, പലർക്കും പല രീതിയിൽ വരാം. അതുകൊണ്ട് റൂമിൽ നമുക്ക് ഈ ബെഡ് തൂക്കിയിട്ട് അതിനെ പറ്റി ഒന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ ആസ്മ, വലിവ് അങ്ങനത്തെ ഉള്ളവർ നോർമലി ഒരു മുളക് പൊടി ആണെങ്കിലും മല്ലിപ്പൊടി ആണെങ്കിലും മഞ്ഞൾപ്പൊടി ആണെങ്കിലും പുറത്തുനിന്ന് വാങ്ങുകയും ചെയ്യും. നിങ്ങൾക്ക് അങ്ങനെ തന്നെ വാങ്ങിയേ അടുപ്പ് എന്നുണ്ടെങ്കിൽ ഉണങ്ങി ഡ്രൈ ആയിട്ടുള്ള മഞ്ഞൾ കിട്ടും. അത് വാങ്ങി നിങ്ങൾ പൊടിപ്പിച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടി ആക്കി വെച്ചാൽ അല്ലാതെ ഒരിക്കൽ നിങ്ങൾ വലിയ കമ്പനി, അതിന്റെ പേരുകളൊന്നും നമ്മൾ വലിയ കമ്പനികൾ ഇതിലേക്ക് ഇടും. ഈ കൂണിലേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു വിഷവും ഇല്ലാത്ത നല്ല കൊമന്നും അതിന് വളർത്തൊക്കെ പറഞ്ഞ് പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഒരു വിഷമില്ലാത്ത ഒരു സാധനം നമ്മൾ അകത്തേക്ക് അടിച്ചു കയറ്റാൻ വേണ്ടിയാണ് ഈ സാധനം ഇവിടെ തരുന്നത്. അത് ഒരിക്കലും അതിന് ലിക്വിഡോ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ആയിട്ടുള്ള എന്തെങ്കിലും സാമഗ്രി വരുന്നുണ്ടെങ്കിൽ അത് വിഷാംശമുള്ളതാണ്. പിന്നീടുള്ളൊരു ടെസ്റ്റാണ് വിഷാംശം ഉണ്ടോ എന്നറിയാൻ. അതിന്റെ ഈ കൂണിന്റെ ഒരു ചെറിയ കഷ്ണം എടുത്ത് നാച്ചുറൽ നമ്മൾ സാധാരണ പാലിലിട്ട് കഴിഞ്ഞാൽ പാല് പെട്ടെന്ന് പിരിഞ്ഞു വിഷാംശം ഉള്ള ഗുണം പാല് ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡാണ്. രണ്ട് പിന്നുള്ളത് ചെറിയ ഉള്ളിയോ ഗാർലിക്കോ വലിയ ഉള്ളിയോ പിന്നെ ഉള്ളിന്റെ ഏതെങ്കിലും ചെറിയ ഉള്ളി, വെല്ലുള്ളി, ഗാർലിക്, വെള്ളുള്ളി ഇതിലേതെങ്കിലും കറി വെച്ച് കഴിഞ്ഞാൽ വിഷാംശം ഉള്ളതാണ് എങ്കിൽ ഇത് കറുത്ത പതയിനുരയുമായിട്ട് തിളയ്ക്കുമ്പോൾ കറുത്ത പതയിനുരയുമായിട്ട് കുറയും. അതുകൊണ്ട് അതും ഒഴിവാക്കണം. അങ്ങനെ ഇതൊക്കെ നാടനായിട്ട് നമ്മുടെ വീട്ടിൽ ചെക്ക് ചെയ്യും. അതേപോലെ തന്നെ കറി വെച്ച് തിളയ്ക്കുന്ന ടൈമിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കത്തി അല്ലെങ്കിൽ പുതിയ 1 രൂപ കോയിലില്ലേ സ്റ്റെയിൻലെസ്സിന്റെ അതൊക്കെ അതിലേക്ക് മുക്കി പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സൈഡിൽ കൂടി എന്തെങ്കിലും കറുത്ത പ്രസിപ്പിറ്റേറ്റ് എന്തെങ്കിലും പിന്നെ പൊടികളോ കറുത്ത എന്തെങ്കിലും ഉണ്ടോ എങ്കിൽ അതും വിഷാംശമുള്ളതാവാനുള്ള സാധ്യത. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ വീട്ടിൽ ഒരു കൂണ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ചെക്ക് ചെയ്യും. അതിന്റെ കളറ്, മണം, ലിക്വിഡ് എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് മഞ്ഞളിന് ശേഷം ഉള്ളി, ചെറുള്ളി അങ്ങനെ എല്ലാ കാര്യങ്ങളും വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കൂട് ഇന്നേ വരെ വിഷാംശം കണ്ടെത്തിയിട്ടില്ല. ആർട്ടിഫിഷ്യലായിട്ട് അത് വിചാരിച്ച് യാതൊരു ഇല്ലാതെ സേഫ് ഒന്നും ഇല്ലാതെ പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ അത് വിഷാംശം ഉണ്ടാവില്ല എന്നതല്ല. സേഫായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല. ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത് 2 ടൈപ്പ് കൂണുകളാണ്. നിങ്ങൾക്ക് ഒരു കൂണ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു കൂണിൽ ഊതുക, നമ്മൾ എയർ പാസ് ചെയ്യുക ഊതുക, മറ്റേ കൂണിൽ എയർ പാസ് ചെയ്യാതിരിക്കുക. എയർ പാസ് ചെയ്ത കൂണ് ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ അതിന്റെ കളർ ചെയ്ത് പെട്ടെന്ന് കേട് വരുന്നില്ല. ഈ ഒരു കാരണം ഉണ്ടായതുകൊണ്ടാണ് പണ്ടത്തെ ആൾക്കാർ കൂടി ഈ എയർ ആയിട്ട് മുകളിൽ തട്ടി അതിന്റെ സ്പോൺ വൃത്തികൾ നശിച്ചു പോണ്ട എന്നുള്ള അർത്ഥത്തിലാണ് എല്ലാവരും പണ്ടത്തെ ആൾക്കാർ. അപ്പൊ അതിൽ ശാസ്ത്രീയത ഉണ്ടാതെ പോയി പറയുന്നത് ഒന്നതിന്റെ. പിന്നെ വേറെ എങ്ങനെ വിഷം തന്നെയെന്ന് പറയാനില്ല. എന്തെങ്കിലും കൂടെ കണ്ടാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മണോ അങ്ങനത്തെ എന്തെങ്കിലും സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടോ? സ്മെല്ല്. ഇപ്പൊ നമ്മുടെ കൂണിന്റെ വിത്ത് കൂട്ടും. കൂണിന്റെ വിത്ത് പൊടിച്ചാൽ നിങ്ങൾ അതിലേക്കൊക്കെ പാസ് ചെയ്യാം. അതിനൊരു പ്രത്യേക സ്മെല്ല്. ആ സ്മെല്ലാണ് കൂണ് ഓപ്പൺ ചെയ്ത് വരുമ്പോഴും അതിന്റെ സ്മെല്ല് ഉണ്ടാവാം. ശരിക്കും ഒരു 2-3 പ്രാവശ്യം കൃഷി ചെയ്ത ഒരാളാണ് അങ്ങനെ ഉള്ളിൽ ഒരു കൂണ് മുളച്ചോ അല്ലെങ്കിൽ മുളച്ചു വന്നു കഴിഞ്ഞാൽ അതിന്റെ സ്മെല്ല് കൊണ്ട് അവിടെ മുളച്ചു നിൽക്കാൻ നല്ല സ്മെല്ലാണ്. പിന്നെ ഓക്കെ, നമ്മുടെ വീട്ടിന്റെ ആവശ്യത്തിന് അല്ലെങ്കിൽ പലതും ഒരു കൂണ് കിട്ടി അത് വിഷമുണ്ടോ ഇല്ലേ എന്നറിയാൻ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന ചില ട്രിക്കുകളാണ് ഞാൻ പറയുന്നത്.
ഓക്കെ